പണ്ടെല്ലാം ഈ ചില വീടുകളിൽ, പണ്ടെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അച്ഛൻ ദുബായിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ചേട്ടൻ ആരെങ്കിലുമൊക്കെ ദുബായിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അവർ ജോലി കഴിഞ്ഞ് ഒക്കെ വരുമ്പോൾ, പല രൂപത്തിലാണ്, ജോലി കഴിഞ്ഞ് എന്നും വരുമ്പോഴോ അല്ലെങ്കിൽ ദുബായിൽ നിന്ന് വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വരും. ദുബായിൽ നിന്നൊക്കെ വരുമ്പോൾ കുറേ ഡ്രസ്സും എല്ലാം കൊണ്ടുവരും. ഈ അച്ഛൻ്റെയോ അല്ലെങ്കിൽ സഹോദരൻ്റെയോ പ്രധാനപ്പെട്ട ആരാണോ കൊണ്ടുവരുന്നത് അവരുടെ തല വെളിയിൽ കാണുമ്പോൾ വീട്ടിനകത്ത് അടി തുടങ്ങും. അതുവരെ പട്ടിണി ഇരുന്നവരാ, അടിയോടടി. അതുപോലെയാണ് 10 വർഷമായിട്ട് വെറുതെ ഇരിക്കുകയാണ്, തേരാപ്പാര നടക്കുകയാണ്, ഒരു ഭരണമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ സതീശനും രമേശ് ചെന്നിത്തലയും പിന്നെ സണ്ണി ജോസഫും കെ സുധാകരനും കെ സി വേണുഗോപാലും അങ്ങനെ ഒരു 4-5 പേരോട് കഷ്ടപ്പെട്ട്, പിന്നെ നമ്മുടെ താഴോട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ ഇങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരും കൂടി എങ്ങനെയും കഷ്ടപ്പെട്ടത് കായംകുളത്ത് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഭരണത്ത്. അപ്പോഴാണ് 2024 എത്തിക്കാമെന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴാണ് അടി തുടങ്ങിയല്ലോ. സീറ്റുകളാരെന്ന് പ്രഖ്യാപിച്ചില്ല, ഇലക്ഷൻ വന്നില്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കിടക്കുന്നു ഇനി മുമ്പേ, തദ്ദേശ മത്സരം കഴിഞ്ഞിട്ടേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അടി. ഇപ്പോൾ ഒരു ഗുണമുണ്ട്, ആർക്കെങ്കിലും അടിക്കണമെങ്കിൽ ഉടൻ തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുക, കുറേ അനുയായികളോട് അങ്ങ് പറയുക, അവർ തമ്പടിക്കും, ലൈക്ക് അടിക്കും, കമൻ്റ് അടിക്കും, ഷെയർ അടിക്കും, സബ്സ്ക്രൈബ് ചെയ്യും. വളരെ സുഖമല്ലേ? തൃത്താലയിൽ നിന്നുള്ള വാർത്തയാണ് ഇതിന് ഉപോദ്ബലമായി വന്നുകൊണ്ടിരിക്കുന്നത്. തൃത്താലയിലെ KPCC നിർവാഹക സമിതി അംഗമായിട്ടുള്ള CV ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന് താല്പര്യം. അപ്പം നേരത്തെ ഒരു MLA ആയിരിക്കുകയും പിന്നെ തോൽക്കുകയും ചെയ്ത തൃത്താല MLA നമ്മുടെ ഫേസ്ബുക്കിലെ ചാമ്പ്യൻ നമ്മുടെ VT ബൽറാം, അദ്ദേഹം സൂര്യന് താഴെയുള്ള എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. അദ്ദേഹം ചാടി വീണിട്ടുണ്ട് ഇതിനെതിരെ വന്ന്. അപ്പം CV ബാലകൃഷ്ണൻ വേഴ്സസ് പിന്നെ VT ബൽറാം, വലിയ അടിയാണ് സോഷ്യൽ മീഡിയയിൽ, പോരാണ്. ഇത് മനസ്സിലാക്കി CV ബാലകൃഷ്ണനെ സണ്ണി ജോസഫ് വിളിച്ച് ഒരു കോംപ്രമൈസിലേക്ക് പോവുകയാണ്. എന്തൊരു ഗതികേടാണ് സംഭവിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പ് വരികയല്ലേ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ്സിനെ നിർത്തി ജയിപ്പിച്ച് പോകണമെന്നുള്ളതല്ലാതെ അവിടെ പിന്നെ ജാതി സമവാക്യം വരും, മതത്തിന് സമവാക്യം വരും, സീനിയോറിറ്റി സമവാക്യം വരും, ഗ്രൂപ്പ് സമവാക്യം വരും, സമവാക്യങ്ങളുടെ പ്രളയമാണ്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ വ്യക്തിപരമായ ഇടപാടുകൾ. അപ്പം നല്ല രസമാണ്. എന്തിനാണ് ഇങ്ങനെ തമ്മിലടിച്ച് കിട്ടുന്ന ഭരണം ഇല്ലാതാക്കുന്നത്? പലപ്പോഴും കോൺഗ്രസ് തമ്മിലടിച്ചത് കൊണ്ടാണ് പല വട്ടവും തെരഞ്ഞെടുപ്പിൽ ഇല്ലാതെ പോയത്. സ്വപ്നയുടെ വിഷയമൊക്കെ വന്നിട്ടും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ 2ാം ഘട്ടം സരിതയുടെ വിഷയം, സ്വപ്നയുടെ പിണറായിയുടെ കാലത്ത് വന്ന് സരിതയുടെ വിഷയമൊക്കെ വന്നിട്ടും ഉമ്മൻചാണ്ടിക്ക് 2ാമത് കിട്ടുമായിരുന്നു. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. ആരാണ് മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ ഞങ്ങൾ പാർട്ടി പിന്നെ തീരുമാനിക്കും. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി, കുറച്ച് പേര് പറഞ്ഞു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ആവട്ടെ, പിണറായി വിജയൻ ആവട്ടെ എന്ന്. നഷ്ടപ്പെട്ടത് 9 വർഷമാണ്. മനസ്സിലാക്കുക. ഇപ്പോൾ 10ാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ദയവായി നിങ്ങൾ നാഷണൽ ലെവലിൽ കളിച്ച് നിങ്ങൾക്ക് 3ാമത്തെ ടേമിലേക്കും മോഡി വന്നു. ഇവിടെയും നിങ്ങൾ ഇതാണ് സ്ഥിതിയെങ്കിൽ 3ാം ടേമിൽ പുഷ്പം പോലെ തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, പുഷ്പം പോലെ കയറിപ്പോകുന്നു, പുഷ്പം പോലെ തന്നെ ഒരു പുഷ്പം ഒരു പുള്ളുമില്ലാതെ തന്നെ വീണ്ടും പിണറായി വിജയൻ വരും. ഇങ്ങനെയാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ എന്ത് കളിയാണ് കളിക്കുന്നത് നിങ്ങൾ? അധികാരം പ്രത്യേകിച്ച് എനിക്ക് VT ബൽറാമിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം വരുന്നത്. അദ്ദേഹം അധികാരമോഹത്തെക്കുറിച്ച്, അധികാരമോഹമില്ലായ്മയെക്കുറിച്ച്, ആദർശത്തെക്കുറിച്ച് എന്തൊരു തള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേട്ടാൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. മച്ചിപ്പശു പ്രസവിക്കും, എണീറ്റ് നമ്മളിങ്ങനെ തുള്ളും. അത്ര വലിയ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ആശാൻ ചില സമയത്തൊക്കെ തള്ളുന്നത്. പക്ഷേ ഫലത്തിൽ വന്നപ്പോൾ വേറൊരു CV ബാലകൃഷ്ണൻ അവിടെ കയറി വന്നപ്പോൾ എല്ലാ തുള്ളലും തീർന്ന് യഥാർത്ഥ രൂപം പുറത്തെടുത്തു. അങ്ങനെ തല്ലോട് തല്ലാണ് അവരൊക്കെ തമ്മിൽ. എന്തൊരു നാടാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും KPCC പ്രസിഡന്റിന് ഉറക്കമില്ലാത്ത രാവുകളാണ്. ഇനി എല്ലാ ദിവസവും ഓരോ മണ്ഡലത്തിലായിട്ട് ആളുകൾ പൊങ്ങിയിട്ടുണ്ട്. അവർ ഉടുപ്പടിക്കുന്നു, രാവിലെ മണ്ഡലത്തിൽ പോകുന്നു, ആളുകളെ വിളിക്കുന്നു, കാണുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, റീലെടുക്കുന്നു, അങ്ങനെ വേണ്ട ബഹളമാണ്. അപ്പോൾ അത്യാവശ്യം PR വർക്ക് കേൾക്കാൻ കമ്പനികളും PR വർക്ക് സ്ഥാപനങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് എളുപ്പമല്ലേ? കുറച്ച് പൈസയൊക്കെ ആരെങ്കിലും നിന്നും മുതലാളിമാരെ ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി അല്ലേ? PR വർക്ക് കൊണ്ട് വേണ്ട അടിയാണ്. അപ്പോൾ അങ്ങനെ അടിച്ചടിച്ച് ഇപ്പോൾ ഇത് സണ്ണി ജോസഫ് വിളിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഷളായിരിക്കുകയാണ്. എന്തായാലും തൃത്താലയിൽ ബാലകൃഷ്ണനോ അത് VT ബലറാമോ ഇനി സണ്ണി ജോസഫോ എന്നുള്ളതാണ് പുതിയ ചോദ്യം.